പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം. ഇന്ന് വേദനിക്കുന്ന ഓരോ മക്കളെയും ഞാൻ ഇപ്പോഴത്തെ പ്രഭാതത്തിലെ അങ്ങയുടെ കൈകളിലെ ഏൽപ്പിക്കുന്ന ഈശോയെ, തങ്ങളുടെ കഴിവുകൾ കൊണ്ട് ഇനി ഞങ്ങൾ തനിക്ക് രക്ഷയില്ല. ദൈവം നേരിട്ട് ഇറങ്ങി വന്നാലേ ഞങ്ങളിന് രക്ഷപ്പെടൂ. അമ്മയെ അത്ഭുതം പ്രവർത്തിക്കണമേ. അങ്ങനെ കരഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ടും ഇന്നലെ പ്രാർത്ഥന കിടന്നവരുണ്ട്. ദീർഘനിശ്വാസത്തിൽ ഉറങ്ങാൻ പോകുന്ന മുമ്പ് ഇങ്ങനെ പറഞ്ഞ് കിടന്നവരുമുണ്ട്. അവരെല്ലാം ഇന്ന് സന്ധിക്കാൻ വേണ്ടി ഞാൻ അവരെ അതിപ്രഭാതത്തിൽ തന്നെ അമ്മയുടെ തിരുസനെ കൊണ്ടുവരികയാണമേ. അവരെല്ലാം ആശീർവദിക്കണം. അവരെന്തിനെ ഓർത്താണ് വേദനിക്കുന്നത്, ആരെ ഓർത്താണ് വേദനിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് അവർ പരക്കം പായുന്നത്, അവരെ സഹായിക്കാൻ ആരുമില്ലാത്തവരുണ്ട്. കർത്താവ്, അങ്ങനെയുള്ളവരെ നീ സന്ധിക്കണം. ഇന്ന് ഭാര്യ മരിച്ച 2 കുഞ്ഞുങ്ങളുമായിട്ട് ഒരു ഭർത്താവ് വന്ന് എൻ്റെ അടുത്ത് നിന്നപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ആരും ഇല്ല അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ ജീവിത പങ്കാളി എല്ലാം ആയതുകൊണ്ടാണ് അവരങ്ങനെ ആരും ഇല്ലെന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ദുഃഖം എനിക്ക് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല. കാര്യം അവരുടെ എല്ലാ കാലാവസ്ഥയിലും എല്ലാ സമയങ്ങളിലും എല്ലാത്തിനും ഉണ്ടായിരുന്ന ഒരാൾ ഒരു നിമിഷം ഇല്ലാണ്ട് വരുമ്പോൾ 2 കുഞ്ഞുങ്ങളും അപ്പനും മാത്രമാകുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അതുപോലെ തന്നെ അതുപോലുള്ള വേദനകൾ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. മകൻ മരിച്ചു പോയവരുണ്ട്. അതിൻ്റെ അവനെ ഓർത്തുള്ള വേദനകൾ മാതാപിതാക്കന്മാരും പരസ്പരം മിണ്ടാതെ തേങ്ങി നടക്കുന്നവരുണ്ട്. കർത്താവേ, പല പല കാര്യങ്ങൾക്ക് വിദേശത്ത് ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ജയിലിൽ അകപ്പെട്ടവരുണ്ട്, നാട്ടിൽ വരാൻ പറ്റാത്തവരുണ്ട്, കൂടെ പരീക്ഷ നോക്കുന്നവരും കൂടെ വിസ പ്രോസസ്സ് പരാജയപ്പെടുന്നവരും ഇനി എന്ത് ചെയ്യും ദൈവമേ, നാട്ടിൽ നിൽക്കാനും പാടില്ല, പോകാൻ പറ്റണമില്ല,
വല്ലാത്ത വിഷമം കൊണ്ട് വല്ലാത്ത വേദന അകപ്പെട്ടിരിക്കുന്നവരുണ്ട്. അവരെല്ലാം ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, ജീവിതം കൈവിട്ട് പോകുമ്പോൾ ഉടമ്പടി മാത്രമല്ലേ ഉള്ളൂ. കാര്യം ഉടമ്പടി മാത്രമാണ് നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യുന്നത്. എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ടാണെന്ന്. ആ വാഗ്ദാനത്തിൻ്റെ വാതിലാണ് കർത്താവ് നീ. എല്ലാ മനുഷ്യരുടെയും എല്ലാ വാതിലും അടയുമ്പോൾ വാഗ്ദാനം നിൻ്റെ വാതിൽ, നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് പറയുന്ന വാതിൽ കൃപയുടെ വാതിലാണ്. നീ യേശുക്രിസ്തുവിടെ തുറന്നു വെച്ച മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശുവിനോടുകൂടി തുറന്നു വെച്ച വാതിൽ, അനുഗ്രഹത്തിൻ്റെ ആശ്വാസത്തിൻ്റെ വാതിൽ എല്ലാവർക്കും തുറന്നു വിടണം കർത്താവ്. തീ കത്തുമ്പോൾ അതിൽ വെന്തുരുകി പോകുമെന്ന് ഓർക്കുമ്പോൾ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു എമർജൻസി എക്സിറ്റാണ് പരിശുദ്ധ അമ്മ എന്ന് എന്നോട് എത്രയോ പ്രാവശ്യം ഈശോ നീ പറഞ്ഞിരിക്കുന്നു. അതെ, നിൻ്റെ അടുത്ത് വരാൻ അധികാരം ഒരു യോഗ്യതയുമില്ലെങ്കിലും, ഒരു യോഗ്യതയുമില്ലാതിരിക്കുന്ന സമയത്തും നിൻ്റെ അടുത്ത് വരാൻ ഞങ്ങൾക്കുള്ള യോഗ്യത നീ ഞങ്ങൾക്ക് നൽകിയ അമ്മ തന്നെയാണ്. അമ്മ എമർജൻസി എക്സിറ്റാണ്. അതായത് അപകട സമയത്ത്, അങ്ങനെയുള്ളൊരു സമയത്ത്, ഒരു യോഗ്യതയുമില്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി രക്ഷപ്പെടുത്താനൊരു വാതിൽ നിൻ്റെ അടുത്ത് കൊണ്ടുവന്ന അമ്മ നിൻ്റെ അടുത്ത് കൊണ്ടുവന്ന ഒരു മനുഷ്യർ പോലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കർത്താവെ, ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബവും അവരെ സപ്പോർട്ട് ചെയ്യാനോ ശുപാർശ ചെയ്യാനോ ആരുമില്ല. ശുപാർശയും കൊണ്ട് വരുമ്പോൾ അതിനേക്കാൾ വലിയ ശുപാർശയും കൊണ്ട് വന്ന് അവർക്ക് അവരുടെ ഈ കിട്ടേണ്ടത് നഷ്ടപ്പെടുകയും നിസ്സഹായം നിൽക്കുകയും ഈ ജീവിതം എന്തിനു തന്നു എന്ന് പോലും ചിന്തിക്കുന്ന സാധാരണ സങ്കടപ്പെടുന്ന മനുഷ്യരുണ്ട്. അവിടെ കൂടെ നിന്നുകൊണ്ട് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിക്കാനുള്ള മാർഗത്തിന് വേണ്ടി അലയുന്നവരെ, മേലുഗതിക്ക് വേണ്ടി പരക്കം പായുന്നവർ, അവിടെ എല്ലാം കൂടെ നീ ഉണ്ടാകണമേ. അമ്മേ, നിൻ്റെ മധ്യസ്ഥം ഉണ്ടാകണമേ. എൻ്റെ കർത്താവെ, ഇന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തും കണ്ടും കേട്ടും ചെയ്ത് തീർത്ത് അവരാശ്വാസത്തോടെ മടങ്ങി വരാൻ കണ്ണുനീരോടെ അവർ വിതക്കുന്നു. ജയഘോഷത്തോടെ കൊയ്തക്കറ്റയുമായി തിരിച്ചു വരുന്നത് അങ്ങനെ വാഗ്ദാനമാണെങ്കിൽ ഈ പ്രാർത്ഥന കേൾക്കുന്നവർ ഇന്ന് രാത്രി സന്തോഷത്തിൽ തിരിച്ചു വരാൻ ഇടയാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാനേ ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഞാനൊരു സാക്ഷ്യം കേട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു GNM നേഴ്സാണ്, GNM ആണ്. അവർ 19 കൊല്ലത്തോളം ഇസ്രയേലിൽ ജോലി ചെയ്യും. അവരുടെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് അവരുടെ ഭർത്താവിൻ്റെ കൂടെ അവർക്ക് ജീവിക്കാൻ പറ്റണില്ല, കുഞ്ഞുങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റണില്ല. ഇസ്രയേലിൽ കുഞ്ഞുങ്ങളെ നിർത്താൻ പറ്റത്തില്ല. 3 കൊല്ലമാകുമ്പോൾ തിരിച്ച് വീട്ടിൽ കൊണ്ട് ആക്കണം. അപ്പോൾ അവളെ ഇളയ കുഞ്ഞിൻ്റെ കൂടെ നിന്നിട്ടില്ല, മൂത്ത കുഞ്ഞിൻ്റെ കൂടെ നിന്നിട്ടില്ല. ഒരമ്മയല്ലേ. അപ്പോൾ അവൾക്ക് അവസാനമായപ്പോൾ 39 വയസ്സായി. അപ്പോൾ എന്ത് ചെയ്യും കർത്താവേ? അപ്പോൾ എനിക്ക് മക്കളുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ലേ. അപ്പോൾ ആരോ ഉടമ്പടി എടുത്തവർ പറഞ്ഞു, ഈ കൃപാസനം മാതാവെന്നും പറഞ്ഞൊരു മാതാവുണ്ട്. ആൾക്കാരിപ്പോൾ അങ്ങനെയാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്താൽ എല്ലാ കാര്യത്തിലും സമാധാനം ഉണ്ടാവും. ജീവിതം കൈവിട്ട് പോകുമ്പോൾ ആൾക്കാർ ചെയ്യണ കാര്യമാണ്. അപ്പോൾ ഇവർ യാക്കോബ സഹോദരിയാണ്, പക്ഷേ ഒരു നോൺ ക്രിസ്ത്യനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അവരങ്ങനെ ജീവിച്ചു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കാണെങ്കിൽ മാതാവിനോട് ഇത്രയും അഡമൻ്റായിട്ടുള്ള കാത്തലിക്സിനുള്ള പോലെ അഡമൻ്റായിട്ടുള്ളൊരു മധ്യസ്ഥമൊന്നുമില്ല. അപ്പോൾ അവർ ഉണ്ട്, മാതാവിന് വണങ്ങുകയും മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഉടമ്പടി വന്നിട്ട് കഴിഞ്ഞാൽ ഉടമ്പടി ത്രൂ അല്ലേ, ത്രൂ മേരി ടു ജീസസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പരിചയമില്ല ആളിനെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ജീവിതത്തിൽ കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും എല്ലാം കൊണ്ട് ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു ഡൗട്ട്, എൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഉടമ്പടി ചെയ്താലും വിജയിക്കുമോ? പക്ഷേ ഇവർ രണ്ടും കൽപ്പിച്ച് വന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് വല്ലാത്തൊരു വിശ്വാസം. കാര്യം അവരുടെ പല കാര്യങ്ങളും കുടുംബത്തിൽ പ്രവിടാ നിത്യം നടക്കാത്ത ചില കാര്യങ്ങളാണ്. അപ്പോൾ ഉടനെ പക്ഷേ ഇവർ ഈ 39 വയസ്സും കൊണ്ട്, അതായത് ഇവർ ഏജൻസി എടുത്ത് ചെയ്തത്. അപ്പോൾ ഏജൻസി പറയും നിങ്ങളുടെ വിസ ന്യൂസിലൻഡിലേക്കാണ്. അപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യം വെക്കും മാഡം, നടക്കത്തില്ല ഇത്. നിങ്ങൾ 35 വയസ്സ് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ റേറ്റിംഗ് പോകുമെന്ന് പറഞ്ഞു, സക്സസ് റേറ്റിംഗ് പോകുന്നു. അപ്പോൾ അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ പക്ഷേ ഇവർ സ്റ്റേണായിട്ട് ഇവർ കിട്ടിയ ആന്തരിക ബോധ്യം കൊണ്ട് ഇവർ പറയും,
ഞാൻ ഉടമ്പടി എടുത്ത ആളാണ്. അപ്പോൾ അവർക്ക് ആ ഏജൻസിക്ക് ഉടമ്പടിയെ കുറിച്ചൊന്നും അറിയത്തില്ല. കൃപാസന മാതാവ് എൻ്റെ കൂടെയുണ്ട്, നിങ്ങൾ വെച്ച് നോക്കാം, അപ്പോൾ ഇവർ അറിയുമെന്ന് പറയും. ഇവർ നിർബന്ധിച്ചാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ആ വിസ പെട്ടെന്ന് പ്രോസസ്സായിട്ട് അവർക്ക് കിട്ടി. അപ്പോൾ അവർ പറയണതേ 24 വയസ്സുള്ള നല്ല എഫിഷ്യൻ്റായിട്ടുള്ള വിസ ഉള്ള പല ആൾക്കാർക്കും, ചെറുപ്പക്കാർക്ക് പോലും വിസ റിജക്റ്റായി. ഇവിടെ എങ്ങനെ റിജക്റ്റായെന്ന് നോക്കും. ഇവർക്കും കരച്ചിൽ, ഏജൻസിക്കും കരച്ചിൽ. ദൈവാനുഭവം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 10 ദിവസമൊക്കെ പറഞ്ഞില്ലേ, നാഥാ ഞാൻ പാപിയാണ്, എന്നിങ്ങനെ നകർന്നു പോകുകയാണ്. അപ്പം അതുപോലെ പെട്ടെന്നൊരു അനുഭവമാണ് കിട്ടിയത്. ഞാനപ്പോൾ ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. അപ്പം കർത്താവ് എന്നെ പറഞ്ഞ്, ഇതാണ് സിംഹക്കുട്ടി. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വരയുന്നില്ലേ, ദൈവ കർത്താവെ അങ്ങനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കേടുണ്ടാകത്തില്ല. സങ്കീർത്തനം 34:10. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം. ഇര കിട്ടാതെ വിശന്ന് വല, ചെറുപ്പക്കാർക്ക് ഇത് കിട്ടാതിരിക്കുമല്ല പലപ്പോഴും. അതെ, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് 40 വയസ്സുകാർക്ക് എന്താ വേറെ ഒരു യോഗ്യതയില്ല, ഒന്നിനും കുറവുണ്ടാവുകയില്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസത്തിലേക്ക് വരുമെന്ന് കഴിഞ്ഞാൽ, അപ്പം ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ കൂടെ കുറേ +2-കാരും PSCക്കാരും അതുപോലെ തന്നെ B2-കാരും ജർമ്മൻ B2-ഉം ഇങ്ങനെ പിന്നെ PT എക്സാം എല്ലാം ഇങ്ങനെ നിൽക്കുകയും അവർക്കെല്ലാം പല പൈസ, അവർക്ക് അതിൻ്റെ അകത്തെല്ലാം പ്രായമുള്ളവരും ഉണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ, ഇപ്പോൾ പല പ്രാവശ്യം എഴുതിയിട്ടുള്ളവരാണ് ഈ ഉടമ്പടി എടുത്തിരിക്കുന്നത്, എൻ്റെ കൂടെ നിൽക്കുന്നത്. മക്കളെ, ജീവിതം കൈവിട്ട് പോയെന്ന് തോന്നിയ പിന്നെ നിങ്ങൾ റെഗുലേറ്റ് ചെയ്ത് നോട്ട് ബൈ മെറിറ്റിലേക്ക് വരണം. ഇപ്പോൾ എല്ലാവർക്കും അറിയാം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യുമെന്ന്. പക്ഷേ ആൾക്കാർ ആക്ടിവിറ്റി ചെയ്യാൻ താമസിക്കും. എന്താ കാര്യം? നോട്ട് ബൈ മെറിറ്റ് വെച്ചാൽ ഇനി എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണെങ്കിൽ 100% ഉടമ്പടി എന്തുമാത്രം ഭംഗിയായിട്ട് കൈവിട്ട ഉടമ്പടിയിൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. അത് ദൈവത്തിനും തോന്നണം അവൻ നോട്ട് ബൈ മെറിറ്റിലാണ് വർക്ക് ചെയ്യണമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മെറിറ്റിലല്ല, ദൈവത്തിൻ്റെ കൃപയിൽ മാത്രം ആശ്രയിച്ചാണ് ഈ ഉടമ്പടി ജീവിക്കണമെന്ന് ദൈവത്തിന് തോന്നിയാൽ അപ്പം ഗ്രേസ് വർക്കൗട്ട് ചെയ്യും. പിന്നെ ഒന്നിനും നമുക്ക് കുറവുണ്ടാവത്തില്ല. നമുക്ക് ഉടമ്പടി ചെയ്യുന്നവരും ഉടമ്പടി ജീവിക്കുന്നവരും ഇതൊരു അംബിഗ്വസ് ആയിട്ട് ഇതിനകത്തൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കിട്ടാതിരിക്കാം, ചിലപ്പോൾ കിട്ടാം, പോയി നോക്കാം, എങ്ങനെ വരുമെന്ന് അറിയട്ടെ. അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ ഉടമ്പടി എടുത്ത 0 മെറിറ്റാണ് വരാൻ പോണത്, 0 ഗ്രേസ്. കാര്യം നിങ്ങൾ ദൈവത്തെയും ഉടമ്പടിയെയുമാണ് സംശയിക്കുന്നത്. ആദ്യമേ ദൈവത്തെയും ഉടമ്പടിയാണ് സംശയിക്കണം. അപ്പം അങ്ങനെ നമ്മൾ ആലപ്പുഴ പോയി നോക്കുക. ഇനിയിപ്പോൾ അവിടെ കൂടി പോയില്ലെന്ന് വേണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഉപ്പ് നോക്കാൻ വേണ്ടി, ഉടമ്പടിയുടെ ഉപ്പ് നോക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരില്ലേ, അത് നിങ്ങൾ വെറുതെ വന്ന് പണി മേടിക്കരുത് എന്നുള്ളതാണ് എൻ്റെ അച്ഛൻ. ദൈവത്തെ പരീക്ഷിച്ച് പണി മേടിക്കരുത്. നിങ്ങളുടെ സ്വാഭാവികമായിട്ട് നിന്നുവരെ നിങ്ങൾ ഗതി പിടിക്കാത്തതിൻ്റെ മെയിൻ കാരണം ദൈവത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലുണ്ടാകുന്ന നിങ്ങളുടെ ആജന്മ നിങ്ങളുടെ സംശയങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളെപ്പോഴും ദൈവതിരുസന്നിധിയിൽ ഹാഫ് മൈൻഡഡ് ആണ്. അതുകൊണ്ടാണ് പകുതി മനസ്സുണ്ട്. പകുതി മനസ്സിൽ ആണ് പലപ്പോഴും പലരും ഉടമ്പടി ചെയ്യുന്നത്. ഈ പകുതി മനസ്സാണെങ്കിൽ നിങ്ങൾ ഇത് റിസൾട്ട് ശരിക്കും എന്തെങ്കിലും കിട്ടുമെന്നല്ല, അതായത് ഉടമ്പടി എന്ന ദൈവിക സംവിധാനത്തെ തന്നെ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ചില കണക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഉത്തരം തെറ്റാണെങ്കിലും വഴി ശരിയാണെങ്കിൽ മാർക്ക് കിട്ടത്തില്ലേ. നിങ്ങൾ സംശയിച്ചിട്ടുകൊണ്ടാണ് ഉടമ്പടി ഹാഫ് മൈൻഡഡ് ആണ് ചെയ്യണമെങ്കിൽ വഴിക്ക് പോലും മാർക്ക് കിട്ടത്തില്ല. അതാണ് സംഭവം, വഴിക്ക് പോലും മാർക്ക് കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് അപ്പം നിങ്ങൾ ഞങ്ങൾ സംശയിക്കാതെയാണ് ചെയ്യണത്, ഞങ്ങൾ അങ്ങനെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ ഇവിടം വരെ വരുമായിരുന്ന അത് ഓക്കെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനമില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി അതിനൊരു എക്സിക്യൂട്ടീവ് ലെവലുണ്ട്, പ്രയോഗ രീതിയുണ്ട്. നമ്മളത് ഉടമ്പടി എപ്പോഴും നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല, എന്ത് പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് ഉടമ്പടിയെ മാറ്റി നിർത്തുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3000 എന്ന് പറഞ്ഞ ചെല്ലാം, 30,000 സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാം. അങ്ങനെ എന്തെങ്കിലും ചുണ്ടുകൊണ്ട് അഭ്യാസം കാണിച്ച ദൈവത്തെ അകപ്പെടുത്താവുന്നുള്ള മിഥ്യാധാരണയുമായിട്ട് ഉടമ്പടിയിലേക്ക് സമീപിക്കരുത്. ഉടമ്പടി ഇറ്റ് ഇസ് അനദർ പ്രോജക്റ്റ്.
അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് എങ്ങനെയാണ് ഉടമ്പടി? അതിന് ഏറ്റവും നല്ല കാര്യം ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതാണ്. മൈ സെക്കൻഡ് പോയിൻറ്റ്. ഫസ്റ്റ് പോയിൻ്റ് ഹാഫ് മൈൻഡായിട്ട് ഉടമ്പടിയിലേക്ക് വരരുത്, ഫുൾ മൈൻഡായിട്ട് വരണം. ഇത് എൻ്റെ അവസാനത്തെ അബോർഡാണ്. ദിസ് ഈസ് മൈ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. എന്നെ ദൈവം കൊണ്ടുവന്നതാണ്. അമ്മ എന്നെ കാത്തിരിക്കാൻ ഇവിടെ. എനിക്ക് യോഗ്യതയില്ലെങ്കിലും അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ വിഷയത്തിന് തീരുമാനം ഉണ്ടാകും. ഞാൻ ദൈവത്തിൻ്റെ വചനം പോലെ ജീവിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ സെക്കൻഡ് പോയിന്റ് എന്താണ്? സെക്കൻഡ് പോയിന്റ് സാക്ഷ്യങ്ങൾ കേൾക്കുക. അപ്പോൾ ഒരു ദിവസം നമ്മൾ അപ്പ് ചെയ്യുന്നത് 25 സാക്ഷ്യങ്ങളാണ്. 25 സാക്ഷ്യങ്ങളാണ്. 10 സാക്ഷ്യങ്ങൾ ഇൻഡിവിജ്വലായിട്ട് അപ്പ് ചെയ്യും, 15 സാക്ഷ്യങ്ങൾ ക്ലസ്റ്ററായിട്ട് അപ്പ് ചെയ്യും. എല്ലാ വിഷയങ്ങൾക്കും ഉടമ്പടി എല്ലാ വിഷയങ്ങൾക്കും സാക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലസ്റ്ററായിട്ട് 15 സാക്ഷ്യം ഒരുമിച്ചിടും. പിന്നെ സബ്ജക്റ്റ് വൈസ് സബ്ജക്റ്റ്, മനുഷ്യന് 100,000 മനുഷ്യർക്ക് 100,000 വിഷയങ്ങളാണ്. അപ്പോൾ സബ്ജക്റ്റ് വൈസ് ഈ ആഴ്ചയിൽ നടന്ന സബ്ജക്റ്റ് വൈസ് സാക്ഷ്യം എന്താണ്? എഡ്യൂക്കേഷൻ ഉണ്ടാകും, ചിലപ്പോൾ ജോബ് ഓറിയൻറ്റഡ് ഉണ്ടാകും, ഭവനരഹിതരുണ്ടാകും, രോഗികളുണ്ടാകും, അതുപോലെ തന്നെ കുടുംബ തകർച്ച വന്നവരുണ്ടാകും, ഡൈവേഴ്സ് കേസ് ഉണ്ടാകും. അപ്പോൾ ഈ വിഷയങ്ങൾക്കെല്ലാം ദൈവം 3-4 തരത്തിൽ മറുപടി പറയും. ഒന്നാമത്തെ മറുപടി ബൈ കവനൻ്റ് തന്നെ. ഇന്ന് മുതൽ ദൈവം ഉടമ്പടി നിങ്ങൾക്ക് ദൈവത്തിനുള്ള കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇതൊന്ന് ശരിയാകട്ടെ, ഞാനൊന്ന് സെറ്റാകട്ടെ, എന്നിട്ട് ഞാൻ ഉടമ്പടിയിൽ ഫുള്ളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നിങ്ങൾ പറയും. നിങ്ങളൊന്ന് സെറ്റാകട്ടെ, എനിക്കിന്ന് വീട്ടിൽ 2-3 വിരുന്നുകാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് പോട്ടെ, സ്വസ്ഥമായിട്ട് എന്നിട്ട് ഉടമ്പടി ചെയ്യാമെന്ന് പറയും. നിങ്ങൾ സെറ്റാകാൻ തീരുമാനിച്ചാൽ ഈ ഉടമ്പടി ഇപ്പം തന്നെ പൊട്ടും. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അതിനോടുള്ള തീഷ്ണതയാണ്. നിങ്ങൾക്കറിയാവില്ല, അതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം, ദൈവികമായ ഒരു വിഷയങ്ങൾക്ക് കാലമോ സമയവുമേ ഇല്ല. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. 2 തിമോത്തി 4:2 എടുത്തേ. 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. എന്ന് പറഞ്ഞേ, വചനം പ്രഘോഷിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. അപ്പൊ ദൈവത്തിന്റെ നടപടിക്രമത്തിന്റെ ഒരു മോഡ് ഓഫ് ആക്ഷൻ ഇങ്ങനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നേരവും കാലവും ഒക്കട്ടെ എന്ന് പറഞ്ഞാൽ ഉടമ്പടി ഒക്കത്തില്ല. കാര്യം അത് നിങ്ങളുടെ തന്നെ വിശ്വാസക്കുറവിൻ്റെ ഒരു ബഹിഷ്പൂരണമാണ് സംഭവം. വീടൊന്ന് സെറ്റാകട്ടെ എന്ന് വിചാരിക്കണത്, ലൈഫ് ഒന്ന് സെറ്റാകട്ടെ, എന്നിട്ട് വേണം ആധ്യാത്മികമായ കാര്യങ്ങൾ ചിട്ടയായിട്ട് ചെയ്യാൻ. അങ്ങനെയല്ല. നിങ്ങൾ ഇന്ന് ഉടമ്പടി എടുത്താൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് വരാൻ പോകുന്ന ഒരു അക്കിടിയുണ്ട്. അക്കിടി എന്ന് വെച്ചിട്ടുള്ളത് അത് നമ്മുടെ മിക്കവാറും ഒരു 60% പേരും വീഴുന്ന ഒരു ചതിക്കുഴിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ റിസൾട്ടാവും. എന്താ റിസൾട്ട് എന്ന് പറയുന്നത്? ദൈവത്തിനറിയാം നിങ്ങൾ ഈ ഉടമ്പടി ഉഴപ്പുമോ ഇല്ലയോ എന്ന്. അതാ വിഷയം. നിങ്ങളെ ഉടമ്പടി നിങ്ങൾക്കറിയത്തില്ല. നിങ്ങളിതെല്ലാം നല്ലവണ്ണം ചെയ്യാം എന്ന് പറഞ്ഞ ഒരു ആഗ്രഹമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ദൈവത്തിനറിയാം ഈ സംഭവം 10-20 ദിവസം കഴിയുമ്പോൾ ഇത് മിക്കവാറും ഈ പയറിന് മുഞ്ഞ പിടിക്കണ പോലെ നിങ്ങളുടെ ഉടമ്പടിക്ക് മുഞ്ഞ പിടിക്കുമെന്നും പിന്നെ ഉടമ്പടി എടുത്താടുമ്പോൾ നിങ്ങൾ മറന്നു പോകുന്നതൊക്കെ ദൈവത്തിനറിയാം. അഭ്യാസക്കാരെ കൃത്യമായിട്ട് ദൈവത്തിനറിയാം. അതുകൊണ്ട് ആ കാശും പോയി, വേണമെങ്കിൽ ഓഫീസിൽ പോയി കാശും എടുത്ത് തിരിച്ചു പോയേക്കണം, 10,000 കാശൊക്കെ. ഈ അഭ്യാസക്കാരോട് ഉടമ്പടി എടുത്തിട്ട് കാര്യമില്ല. കാര്യം നിങ്ങൾ ദൈവത്തിനെയാണ് പരീക്ഷിക്കണത്. എവിടെയാണ് വന്നത് നിങ്ങൾക്കൊരു ബോധമില്ല. എല്ലായിടത്തും പോണ പോലെ വന്ന് കയറിയിരിക്കുകയാണ്. അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഒരു ഇടത്തിൽ നിന്റെ കണ്ണീരിൻ്റെ കാലത്ത് ദൈവത്തിന്റെ കാരുണ്യമാണ് നിന്നെ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. അവസാനം എന്താണ് അച്ഛൻ പറഞ്ഞത്? ഈ കണ്ണീരിന്റെ കാലത്ത് ദൈവത്തിന്റെ കാരുണ്യമാണ് നിന്നെ തിരിച്ചു വിളിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാ പ്രാർത്ഥനയ്ക്കും പോകുന്നവരെ, കുടുംബസാരത്തിൽ കുർബാന ഉള്ളവരാണ്, ഇവിടെ പൊതുവാസ ജീവിതം ഉള്ളവരാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ പറ്റും. ഇത് ഭയങ്കര സംഭവമാണ്. കൂടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാകും, നിങ്ങൾ ഡെയിലി കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കും. ഇങ്ങനെയൊക്കെ ആചാരവട്ടങ്ങളും ചിറ്റവട്ടങ്ങളൊക്കെ നിങ്ങൾ ചെയ്താലും ബൈ പേഴ്സൺ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകലെയായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈശോ ഇങ്ങനെ പറഞ്ഞത്, ദൈവത്തിൻ്റെ കാരുണ്യമാണ് നിങ്ങളെ തിരിച്ചു വിളിപ്പിച്ചിരിക്കുന്നത്.
പറഞ്ഞേ, ദൈവത്തിൻ്റെ എന്നെ തിരിച്ചു വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യമേ, ദിവ്യകാരുണ്യമേ, അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഉടമ്പടി എപ്പോഴും നമുക്ക് ഓർക്കുക, അത് കാരുണ്യത്തിന്റെ പ്രാർത്ഥനയാണ്. ദൈവം ആരോട് കാരുണ്യം കാണിക്കുന്നത് വെച്ചാൽ നിന്റെ മെറിറ്റ് അല്ല. അവിടെ നീ ഒരിക്കലും ഉടമ്പടി വന്നിട്ട് പറയും ഞങ്ങൾ പ്രഖ്യാപിതമായിട്ടുള്ള പാരമ്പര്യ ക്രൈസ്തവരാണ്, ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് ദൈവമായിട്ട് ജീവിക്കുന്ന ഭക്തിയുള്ള വിശ്വാസമുള്ള സമൂഹമാണ്. പക്ഷെ വൺസ് യു കം ടു ദി കവനൻ്റ് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് മേഴ്സി. നിങ്ങളത് ഇതൊക്കെ എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ കവനൻ്റിലേക്ക് വരേണ്ട ഒരു അവസ്ഥ വന്നെങ്കിൽ അത് ഒരു ദൈവവിളി എന്നതിനേക്കാൾ ഉപരി ദൈവം നിങ്ങളുടെ കുടുംബത്തോട് കാണിക്കുന്ന കാരുണ്യമാണ്. ഉടമ്പടിയും കാരുണ്യമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് സങ്കീർത്തനം എടുത്ത്, സങ്കീർത്തനം 92:3 എടുത്ത്, കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. പ്രഭാതത്തിൽ പകല് മനുഷ്യന് ദൈവം നമ്മോട് കാണിക്കുന്നത് കാരുണ്യമാണ്. പകല് രാത്രി ദൈവം നമ്മോട് കാണിക്കുന്നത് വിശ്വസ്തതയാണ്. ഈ ഉടമ്പടി നമുക്ക് 2 പകലും രാത്രിയും, ഡാർക്ക് ആൻഡ് ലൈറ്റ് ഉണ്ട് ജീവിതത്തിൽ, അല്ലേ? ജീവിതത്തിൻ്റെ പകലിലെ പ്രകാശമുള്ളപ്പോൾ നമ്മളോട് ദൈവം നമ്മോട് കാണിക്കുന്നത് എന്താണ്? കാരുണ്യമാണ്. അപ്പോൾ കണ്ണ് കാണാം, കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണമെന്നൊക്കെ അറിയാം, ഏത് പരീക്ഷ എഴുതണം, ഏത് രാജ്യത്ത് പോകണമെന്നൊക്കെ നമുക്ക് കണ്ണ് കാണാം ശരിക്കും. അതാണ് പകലെന്ന് പറയുന്നത്. കാര്യങ്ങളെ കൃത്യമായിട്ട് നമുക്ക് ഐഡിയ ഉണ്ട്. അവിടെ ദൈവം നമ്മോട് ഐഡിയ നമുക്കുണ്ട്. ഏത് സബ്ജക്റ്റ് എടുക്കണം, ഇപ്പോഴേ റിസൾട്ട് വന്നിരിക്കണതാണ്, ഏത് സബ്ജക്റ്റ് എടുക്കണം, ഏത് കോഴ്സ് എടുക്കണം എന്നൊക്കെ നമുക്ക് ഐഡിയ ഉണ്ട്. അത് നമ്മുടെ പകലാണ്. ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിലും നമുക്ക് വേണ്ടത് എന്താണ്? അത് നമ്മുടെ മെറിറ്റല്ല. നിങ്ങൾക്ക് ഇന്ന കോളേജിൽ പഠിക്കണം, ഇന്ന രാജ്യത്ത് പഠിക്കണം, ഇന്ന കോഴ്സ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ട്. അതാണ് പകലെന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ബിസിനസ് ചെയ്യണം, എവിടെ വീട് വെക്കണം, എവിടെ നിന്ന് ലോൺ കിട്ടും, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി യു ഹാവ് എ ഐഡിയ. നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങളോർക്കും എനിക്കിതെല്ലാം ഐഡിയ ഉണ്ടല്ലോ, എനിക്ക് സിവിൽ പോയിൻറ്റ്സ് ആവശ്യത്തിനുണ്ട്, ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ലോൺ കിട്ടും. യു ഹാവ് എൻ ഐഡിയ. ഈ ഐഡിയ ഉണ്ടെങ്കിൽ അതിനകത്ത് അത് പകലാണ്. നിനക്ക് വ്യക്തമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാവി നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ അങ്ങനെ കാണാൻ പറ്റുമ്പോൾ നിങ്ങളെ അലസരാകരുത്. കാണാൻ പറ്റിയാലും യു നീഡ്സ് മെഴ്സി. അതാണ് കർത്താവ് പകല് വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. അത് ഉചിതമായ, അതായത് നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വ്യക്തതയെല്ലാം ഉണ്ട് എങ്കിലും ആവശ്യത്തിന് ആരോഗ്യമുണ്ട്, ആവശ്യത്തിന് സെറ്റപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ജീവിത രീതികളിലെല്ലാം നിങ്ങളെല്ലാം അറേഞ്ച്ഡാണ്. നിങ്ങൾക്ക് വ്യക്തത ഉണ്ടെങ്കിലും യു നീഡ്സ് മേഴ്സി. ഇവിടെയാണ് നമ്മൾ മുട്ടുകുത്തേണ്ടി വരുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ മുട്ടുകുത്തി കരഞ്ഞൊക്കെ പ്രാർത്ഥിക്കത്തില്ലേ, ചില ആൾക്കാർ കൈ കേട്ട് നിന്ന് പ്രാർത്ഥിക്കത്തില്ലേ. ഈ ഫിസിക്കൽ പോസ്റ്ററിന് ആ ഡിസ്പോസിഷന് നിങ്ങളുടെ ഫെയ്ത്ത് റീഡിങ്ങുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾ മുട്ടയെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കും, ഇല്ലേ? നിങ്ങളുടെ മകന് അത്രയും വലിയ അസുഖമൊന്നുമില്ല, പനിയാ വല്ലതുമാണെങ്കിൽ നിങ്ങൾ നിന്ന് മുട്ടയെന്ന് പ്രാർത്ഥിക്കും, ഇല്ലേ? വ്യത്യാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ആനുപാതികമായ ഫിസിക്കൽ ഡിസ്പോസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് കൗണ്ടിങ് വരും. നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും എനിക്ക് വേണ്ടത് മേഴ്സിയാണ്. മനസ്സിലായ? ഏത് സാഹചര്യത്തിലും എനിക്ക് മെറിറ്റില്ല. പകലാണെങ്കിലും വ്യക്തമായിട്ട് ജീവിതം കാണാമെങ്കിലും ജീവിതത്തെക്കുറിച്ച് വ്യക്തത ഉണ്ടെങ്കിലും നമുക്കെന്ത് വേണം? മേഴ്സി വേണം. എന്ത് വേണം? കരുണ വേണം. അപ്പോൾ എന്ത് ചെയ്യണം? കരുണയുടെ ഡിസ്പോസിഷൻസാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഉള്ള ആൾ നിന്ന് കൈ കെട്ടി നിൽക്കുന്ന ആളിന് വല്ല കരുണയും കിട്ടുക? കിട്ടത്തില്ല. എന്തായാലും കണ്ടൻറ്റാണെന്ന് ദൈവത്തിന് അറിയാം. ഹീസ് കണ്ടൻറ്റഡ്. ദൈവത്തിന് വേണമെങ്കിൽ എന്നെ ഒന്ന് അനുഗ്രഹിച്ചോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരല്ലേ. എനിക്കറിയാം എൻ്റെ വിഷയം സെറ്റ് ചെയ്യാൻ, എനിക്കറിയാം എവിടെ പോകണമെന്നുള്ളത്. പക്ഷേ ബൈബിൾ പറയണത് ഇങ്ങനെയുള്ള പേഴ്സണലായിട്ട് ഓക്കെ ആണെങ്കിലും യു നീഡ്സ് ഗ്രേസ്, യു നീഡ്സ് മേഴ്സി. എന്നുവെച്ചാൽ മേഴ്സി എന്ന് പറഞ്ഞത് ഗ്രേസിൻ്റെ രണ്ടാണ്. മേഴ്സി എന്ന് പറയുന്നത് മെറിറ്റില്ലാത്ത അവസ്ഥയിലെല്ലാം മേഴ്സിയാണ് നമുക്ക് വേണ്ടത്. ഇഫ് യു ഹാവ് നോ മെറിറ്റ് യു നീഡ്സ് മേഴ്സി. നിങ്ങൾക്ക് യോഗ്യതയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? കരുണയാണ് വേണ്ടത്. അപ്പോൾ പകലിൽ നിന്ന് പോലും ജീവിതം വ്യക്തമായിട്ട് കാണാമെങ്കിൽ പോലും ദൈവത്തിൻ്റെ കരുണയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ എല്ലാ വിഷയങ്ങളും ഉടമ്പടി തന്നിരിക്കുന്ന എല്ലാ ഹോംവർക്കുകളും കരുണയുടെ ഡിസ്പോസിഷനിലാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ദൈവം നമ്മോട് കരുണ തോന്നുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ആക്കാനും വേണ്ടി ഒക്കാനിക്കരുത് അർത്ഥം. 10 പന്ത്രണ്ട് പത്രമുണ്ട്, ആ കൊടുത്തേക്കാം, അയൽവാസികൾക്ക് ചെന്ന് കൊടുക്കും.
കൊടുത്ത് പെട്ടെന്ന് ചാപ്റ്റർ എത്രയും വേഗം ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. പത്രം കൊടുക്കാൻ പറഞ്ഞു. ഇപ്പം ഇന്ന് ബഹുമാനോടെ ക്ലീനേഴ്സും പറഞ്ഞില്ലേ, ഇവിടുത്തെ ഏറ്റവും ടോപ്പ് പ്രേക്ഷിത പ്രവർത്തനം ഉടമ്പടിയിൽ മിക്കവാറും 40 പോയിൻ്റാണ് പത്രത്തിനുള്ളത്. കാര്യം പത്രമാണ് ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്. നിങ്ങളൊരു രോഗിയെ നഖം വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ രോഗിക്ക് മാത്രമാണ് ഗുണം. പക്ഷെ ഒരു പത്രം കൊടുത്തു കഴിഞ്ഞാൽ അവന് വിശ്വാസം കൊടുക്കുക മാത്രമല്ല, നിങ്ങളെ സഹായിച്ച ആരെങ്കിലും വേറെ ആൾക്കാരെ സഹായിച്ച ചരിത്രമുണ്ടാവും. പക്ഷേ നിങ്ങൾ വിശ്വാസം കൊടുത്താൽ ആ വിശ്വാസം അവർ കൈമാറും. അപ്പോൾ ഈ ഇവാഞ്ചലൈസേഷനും, അതായത് വിശ്വാസ കൈമാറ്റവും വിശ്വാസ പ്രവർത്തനവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കത്തക്ക രീതി വേണം നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ. എന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഇത് ഞാനൊരു കടമ നിർവഹിക്കുക മാത്രമല്ല, ഇത് വായിച്ചവൻ അങ്ങയെ അറിയണം, അത് എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേൾക്കണം, അവർക്ക് കർത്താവിനെ കിട്ടിയെന്ന് അറിയണം. അങ്ങനെയൊക്കെ നമുക്ക് ഒരു ആത്മബന്ധത്തോടുകൂടിയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ കരുണ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, ഞാൻ രാവിലെ എനിക്ക് ഫീഡിങ് പ്രെയർ എന്ന് പറഞ്ഞ സെഷനുണ്ട്. ഫീഡിങ് പ്രെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുഴുവൻ റൂട്ട്, എൻ്റെ വണ്ടി പോകുന്ന മുഴുവൻ റൂട്ട് കർത്താവിന് സമർപ്പിക്കും. തലേദിവസം തന്നെ സമർപ്പിക്കാൻ തുടങ്ങും. എൻ്റെ പുറകെ വരുന്ന വാഹനം, മുമ്പേ വരുന്ന വാഹനം, സൈഡിൽ കൂടെ പോകുന്ന വാഹനം, ഞാൻ കണ്ടെത്തുന്ന സ്ഥലങ്ങൾ, കുടിക്കുന്ന വെള്ളം, എല്ലാ ടൈം, ഓഫീസ്, കണ്ടുമുട്ടുന്ന വ്യക്തികളെ, കണ്ടുമുട്ടാനിരിക്കുന്നവർ, ഇനി എൻ്റെ ആംഗിൾ ഇല്ലാത്ത ആൾക്കാരെല്ലാം ദൈവത്തിൻ്റെ സന്നിധി കൊണ്ടുവരും. ഇങ്ങനെ ഈ ഇതിന് ഈ ഫീഡിങ് പ്രയറിൻ്റെ ഒരു ഗുണം, നിങ്ങളുടെ ദൗത്യം മിഷൻ ഗൈഡഡ് ആയിരിക്കും. ഫീഡിങ് പ്രയർ വന്നാൽ മിഷൻ ഗൈഡഡ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് ഗൈഡ് ചെയ്യും? ഇപ്പം നിങ്ങളുടെ യാത്രകൾ നിങ്ങളല്ല ഗൈഡ് ചെയ്യണത്. ദാറ്റ് ഇസ് നോൺ സെൻസ്. അത് പഠിക്കാൻ സാധിക്കും. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യാത്ര, അവൻ്റെ ഉദ്യമങ്ങൾ ദൈവം ഗൈഡ് ചെയ്യണം. ദൈവം ഗൈഡ് ചെയ്യണമെങ്കിൽ എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിൽ കൊണ്ടുവരണം. എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിൽ, യാത്ര, ഭക്ഷണം, സംസാരം, എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീട് ഫീഡിങ് കഴിയുമ്പോൾ, അതാണ് ഫീഡിങ് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ഞങ്ങൾ ചിലർ ജപമാല ചൊല്ലി സമർപ്പിക്കും, ചിലർ സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് അവിടെ അജണ്ട സമർപ്പിക്കും. പാസ്പോർട്ട് ഓഫീസിൽ പോകണം, വിസ ഓഫീസിൽ പോകണം, ഇൻ്റർവ്യൂവിന് പോകണം, പരീക്ഷയ്ക്ക് പോകണം. ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ അവിടെ കണ്ടുമുട്ടുന്ന വ്യക്തികൾ തിരിച്ചു പോരുന്ന വരെയുള്ള മുഴുവൻ സംഭവം ഫീഡ് ചെയ്ത് കൊടുക്കണം. പേഴ്സണൽ പ്രയറിൻ്റെ സമയത്താണ് ഫീഡിങ് നടക്കേണ്ടത്. ഫീഡിങ് നടന്നു കഴിഞ്ഞാൽ ടോട്ടലായിട്ട് ഇത് ഗൈഡഡ് ആവും. ഉടനെ ഇത് വേറെ ഫോർമാറ്റിലേക്ക് മാറിയിട്ട് ഗൈഡഡ് ആവും. അപ്പം നിങ്ങൾ അല്ല നയിക്കപ്പെടുന്നത്. നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ ദൈവം കൊണ്ടുപോകും. നിങ്ങൾ വിചാരിക്കാത്ത വ്യക്തികളും, കാര്യം നിങ്ങൾക്ക് കാണേണ്ട വ്യക്തി ആരാണെന്ന് ദൈവത്തിന് അറിയാം. നിങ്ങൾക്ക് പോകേണ്ട വ്യക്തി ഓഫീസ് എവിടെയാണെന്ന് ദൈവത്തിന് അറിയാം. അതെങ്ങനെയാണ് ഈസി ആയിട്ട് പോകേണ്ടത് ദൈവത്തിന് അറിയാം. ഇതെല്ലാം ദൈവം ക്രമീകരിച്ച് തരും. ഇതാണ് ഗൈഡഡ് എന്ന് പറയുന്നത്, ഗൈഡഡ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം ദൈവത്തിൻ്റെ ഗൈഡ് ലൈൻസ് കൊണ്ടുവരണം. ഇപ്പോൾ ചിലർക്ക് ആകസ്മികമായിട്ടൊക്കെ ചില ആൾക്കാരെ കണ്ടുപിടിയത് ആകസ്മികമായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. ആ ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി. അംബിക ചേച്ചിയുടെ സാക്ഷ്യം എന്താ അറിയാമോ? അംബിക ചേച്ചിയുടെ മകളെ അവർ അയർലൻഡിലോട്ട് വിടുകയാണ്. അപ്പോൾ അവിടുത്തെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അംബിക ചേച്ചി ആണ് ശരിക്കും കർത്താവുമായിട്ട് ബന്ധമുള്ളത്. അമ്മയെ ഉടമ്പടി എടുത്ത് അമ്മയുമായിട്ട് അടുപ്പമുള്ളത് അംബികയ്ക്കാണ്. മകൾക്ക് വേണ്ടിയാണ് അംബിക അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഈ അവരവിടെ എത്തണ വരെ ഇതുവരെക്കും അവിടെ അക്കോമഡേഷൻ ആയിട്ടില്ല. അക്കോമഡേഷൻ ആകാത്ത സമയത്ത് അംബിക മകളോട് പറയും, നീ അവിടെ ചെല്ലുക, മാതാവ് നിന്നെ കാത്തു നിൽക്കും, നിനക്ക് അക്കോമഡേഷൻ അവിടെ അറേഞ്ച് ചെയ്ത് തരും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, മനുഷ്യന്മാരുടെ ബന്ധങ്ങൾ പോണ പോക്കേ. ഇപ്പോൾ അയർലൻഡ് വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ ഒരു മലയാളി ഇവിടെ അടുത്തുകൂടി പോകും. അപ്പോൾ അയാൾ മലയാളിയാണെന്ന് ചോദിക്കും ഡ്രൈവർ. അപ്പോൾ എന്താണ് ചോദിക്കും? ചേട്ടാ, ഞങ്ങൾക്ക് താമസിക്കാൻ ഇടമില്ല, താമസിക്കാനുള്ള സൗകര്യം ചെയ്ത് തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഉടനെ ആ മനുഷ്യൻ പറയും, ആ കാറിലിരിക്കണത് എൻ്റെ വൈഫാണ്, നിങ്ങൾ അവരോട് ചെന്ന് സംസാരിക്കുക എന്ന് പറയും. ഉടനെ ഇവർ 3-4 കൂട്ടുകാർ കൂടി അവരോട് പോയി സംസാരിക്കും. അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് താമസിക്കാൻ ഇടമില്ല, ഞങ്ങളിവിടെ ജോലിക്ക് വന്നതാണ്, ഞങ്ങളെ സഹായിക്കും. ഉടനെ അവർ പറയും, നിങ്ങൾ വണ്ടി കയറിക്കോ എന്ന് പറയും. ഉടനെ അവർ വണ്ടി കയറിക്കൊണ്ട് ഇവിടെ അവരുടെ വീട്ടിൽ കൊണ്ട് ഇവിടെ ഇറക്കും. ഇറക്കിയിട്ട് അതിൻ്റെ മുകളിലത്തെ നില മുഴുവൻ ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ നിലയിൽ ഇവരെ താമസിപ്പിക്കും. ശ്രുതികട ഹല്ലേലൂയ. ഞങ്ങളെല്ലാവരും കൂടെ സാന്നിധ്യമായി സഞ്ചരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആ വചനം ഒന്നിന് വായിച്ചേ. സങ്കീർത്തനം 92:3. കിന്നരവും വീണയും മീട്ടിയും. ഒന്ന് പറഞ്ഞേ, കിന്നരവും വീണയും മീട്ടിയും. പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. അപ്പൊ രാത്രിയിൽ എന്താ സംഭവം? പകല് നമുക്ക് കണ്ണ് കാണാൻ ജീവിതത്തെക്കുറിച്ച് വ്യക്തതയുണ്ട്. ഇപ്പം ഇവർക്ക് അംബികയുടെ മകൾക്ക്
ശരിക്കും പറഞ്ഞാൽ വ്യക്തതയില്ല, എവിടെ താമസിക്കുന്ന വ്യക്തതയില്ല. അപ്പോൾ അംബികയ്ക്ക് വ്യക്തതയുണ്ട്. എന്താ വ്യക്തത? വിശ്വാസിക്ക് വ്യക്തതയുണ്ട്. എന്താ വ്യക്തത? അവിടെ ചെല്ലുമ്പോൾ മാതാവ് ക്രമീകരിക്കുക. കാര്യം ഉടമ്പടി അമ്മയുടെ ഉടമ്പടിയിലുള്ള ആളാണ്. അപ്പോൾ അത്രയും വിശ്വസ്തത. അപ്പോൾ നമുക്ക് വ്യക്തതയില്ലാത്തപ്പോൾ അതിന് സുവിശേഷത്തിൻ്റെ ഭാഷയിൽ രാത്രി എന്ന് പറയും. നമുക്ക് വ്യക്തതയില്ല. എന്ത് കിട്ടും, ഏത് ജോലി ചെയ്യും, ആരെ കല്യാണം കഴിക്കും, എവിടെ താമസിക്കും, ഏത് ആശുപത്രി ചികിത്സക്ക് പോകും, വി ഹാവ് നോ ഐഡിയ. ഇതിനാണ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സമയത്ത് ഉടമ്പടിയിൽ ഉണ്ടാകുന്ന ആനുകൂല്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സീറോ ക്ലിയർ ആണെന്ന് വിചാരിച്ച സീറോ ക്ലിയർനെസ്. നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, ഒന്നിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അതാണ് രാത്രി എന്ന് പറയുന്നത്. രാത്രിയിൽ ഉടമ്പടിയുടെ ഗുണം എന്താണ്? സങ്കീർത്തനം 92:3 വായിച്ചേ. കിന്നരവും വീണയും മീട്ടിയും എന്ന് പറഞ്ഞ കിന്നരവും വീണയും മീട്ടിയും കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. അതായത് രാത്രി എന്ന് പറയുന്നത് ഒരു ഐഡിയയുമില്ല. നമുക്കറിയാം, നമ്മൾ രാത്രി എന്താ ചെയ്യണത്? നമ്മൾ ഉറങ്ങും അല്ലേ? രാത്രി നമുക്ക് പ്രവർത്തനങ്ങളൊന്നുമില്ലല്ലോ, ഉറങ്ങുകയേ ഉള്ളൂ. പക്ഷേ രാത്രി നിൻ്റെ ദൈവം എന്താ ചെയ്യണത്? രാത്രി നിനക്ക് വേണ്ടി ജാഗ്രതയുള്ള രേഖ. ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ആകുമ്പോൾ ഈ 124 121:4 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. 121 സങ്കീർത്തനം 4-ാം തിരുവചനം. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. പറഞ്ഞേ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. നിന്റെ രാത്രിയിൽ ദൈവം നിനക്ക് വേണ്ടി ജാഗ്രത അനുഭവിക്കും. എന്നുവെച്ചാൽ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി. രാത്രിക്കുള്ള കുഴപ്പം എന്താണ്? ഉറക്കമല്ല പ്രശ്നം. എന്താണ്? ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ചില ആൾക്കാർ പറഞ്ഞില്ല, എൻ്റെ അച്ഛാ പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല, രാത്രിയായി. രാത്രി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ രാത്രി എന്ന് വിചാരിക്കരുത്. ജീവിതത്തിൽ ഈശോ എന്താ പറഞ്ഞ രാത്രിയെക്കുറിച്ച്? യോഹന്നാൻ 9:4 എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. രാത്രിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ വെളിച്ചത്ത്, ഇപ്പം നമ്മളിതുപോലെ പൂ പോലെ വെളിച്ചത്ത് ജീവിച്ചാലും ആധ്യാത്മികമായിട്ട് രാത്രിയിലായി പോകും ചിലപ്പോൾ. എന്താണ് ചെറിയ പറയാറ്? എൻ്റെ അച്ഛാ സങ്കടം കൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല, അതാണ് രാത്രി. ചിലപ്പോൾ ഭർത്താവ് ഐസിയിലായിരിക്കും, അല്ലെങ്കിൽ മകൻ ചിലപ്പോൾ ജയിലിലായിരിക്കും. നിങ്ങൾക്കത് രക്ഷപ്പെടണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾക്കൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രി, പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത രാത്രി. അതാ യോഹന്നാൻ 9:4 എന്ന് പറഞ്ഞാൽ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം. ജീവിതത്തിൽ ഒരു ഐഡിയ ഇല്ല, ഒരാശയമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, ആരെ കോണ്ടാക്ട് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, എങ്ങനെ ഗതി പിടിക്കുമെന്ന് അറിയാൻ പാടില്ല. നിങ്ങൾ സ്മോളൊക്കെ അടിച്ച് അല്ലെങ്കിൽ വീട്ടിൽ കടുത്തേക്ക് കയറി നിങ്ങളുടെ കഴിവ് മറച്ചു വെക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെയും ഭർത്താവിൻ്റെയും ഭാര്യയുടെയൊക്കെ കടുത്തേക്ക് കയറി നിങ്ങളിങ്ങനെ അഭ്യാസം കാണിച്ച് ജീവിക്കായിരിക്കും ചിലപ്പോൾ. അതാണ് നിങ്ങളുടെ രാത്രി എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാനും പറ്റണില്ല, കഴിവുകേടുകൾ മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ ചാടിക്കയറി ജീവിക്കുന്ന സമയം രാത്രി, ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയം. ഈ രാത്രിക്ക് എന്താ ദൈവം ചെയ്യണത്? ഉടമ്പടി വന്നു കഴിഞ്ഞാൽ ഇനി നീ ഒരു രാത്രിയിൽ മാനുഷികമായ വീക്ക്നെസ് കൊണ്ടകപ്പെട്ടാലും നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല. സങ്കീർത്തനം 92:3 എന്താ പറയണത്? കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. അപ്പൊ നീ ഇപ്പൊ നിന്റെ ജീവിതം രാത്രിയാണ്, നിനക്ക് ഐഡിയ ഇല്ല, നിനക്ക് പ്രാർത്ഥിക്കാമെന്ന് തോന്നണില്ല, നിനക്ക് ഒരു വേലയും ചെയ്യാൻ പറ്റണില്ല, നിനക്ക് ചിന്തിക്കാൻ വേണ്ടി ബിസിനസ് തുടങ്ങാമെന്ന് വെച്ചാൽ അതിന് കാശ് വേണ്ടേ? അതില്ല. വീട് വിൽക്കാമെന്ന് വെച്ചാൽ അയ്യൻ്റെ പേരിൽ കൂടി പ്രമാണത്തിൽ അനിയൻ്റെ പേരും ഉണ്ട്, അവൻ സമ്മതിക്കണമില്ല. ഒന്നും ചെയ്യാൻ പറ്റണില്ല, കൈയും കാലും കട്ടിയ പോലെ അവസ്ഥയാണ്. എന്നപ്പോൾ ചത്ത് കളയാവുന്ന തോന്നും. അതാണ് രാത്രി എന്ന് പറയുന്നത്. ഈ രാത്രിയിൽ നീ ഉടമ്പടിയിലാണെങ്കിൽ എന്താ സംഭവിക്കണത്? കർത്താവ് വിശ്വസ്തനായിരിക്കുമെന്ന് മനസ്സിലായില്ലേ? കൈയടിച്ച് ശ്രുതിക്കട്ടെ. അപ്പൊ നിന്നെ ഉടമ്പടിയിലൂടെ നിന്റെ പൊസിഷൻ എന്താണെങ്കിലും നിന്നെ കരകയറ്റാൻ വേണ്ടി ദൈവം തീരുമാനിക്കുമ്പോഴാണ് നമ്മൾ ഉടമ്പടിയിലേക്ക് വരുന്നത്. മനസ്സിലായില്ലേ? കാര്യം ഇപ്പോൾ ഉടമ്പടി ആകുമ്പോൾ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണ്. നീ ഒരു കക്ഷി, നിൻ്റെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കാൻ ദൈവമാണ് കൗണ്ടർ പാർട്ടായിട്ട് വരുന്നത്.
അപ്പോൾ ദൈവത്തോടാണ് നീ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് ഉടമ്പടി കാശുരൂപം എപ്പോഴും റിമൈൻഡറായിട്ട് വരണത്. അത് പാസ് ചെയ്യരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം ചില പെരിച്ചാഴികൾ ഉടമ്പടി കാശുരൂപം പാസ് ചെയ്യാൻ പാടില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി കാശുരൂപം നീയും നിൻ്റെ ദൈവവും തമ്മിൽ ചെയ്ത ഉടമ്പടി ജീവിതത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അത് മകൾ കാനഡയിൽ പോയി അല്ലെങ്കിൽ അവൾ ഐശ്വര്യയിൽ പോയെന്നൊരു കാര്യമില്ല. നീ ഉടമ്പടി വൃത്തിയും മെനയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ ഐശ്വര്യം മാതാ പൊക്കിക്കൊണ്ട് വന്നോളൂ. അത് ഇതുകൊണ്ട് അവിടെ കെട്ടി താത്തേണ്ട ആവശ്യമില്ല. അതിന് വേറെ കാശും കൃപാസനയും തരും. അച്ഛൻ കൊടുക്കുന്നുണ്ടല്ലോ, ആൾക്കാരെ കണ്ടില്ലേ? അതിൽ അവിടെ ഉടമ്പടി കാശും ആവശ്യമില്ലാത്ത രീതിയിൽ കൈമാറാതിരിക്കാൻ വേണ്ടിയാണ് അച്ഛനെ കാണുന്നവർക്കെല്ലാം ഞാൻ പാശുരം വെഞ്ചരിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് കാരണം അതായത് ഇതിനെല്ലാത്തിനും ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അറിഞ്ഞു വേണം നിങ്ങൾ കൈകാര്യം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഉടമ്പടി കാശിന് കൈമാറിയെന്ന് കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിന് മനസ്സിലാകും ഇത് ഉടമ്പടിയോട് അത്ര കണ്ട് കൂറുള്ള ആളല്ല, ചുമ്മാ കാര്യം കാണാൻ വേണ്ടിയും വീട്ടിലെ കാര്യം നടക്കാൻ വേണ്ടിയും ഇതുപോലെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കോയിൻ ഉപയോഗിക്കണ പോലല്ലേ, കോയിൻ ഉപയോഗിക്കണ പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഈ വിഷയത്തിൽ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ നിയമം എന്താണ്, നിങ്ങൾ ഉടമ്പടി കാശും കളഞ്ഞു പോയാൽ നിങ്ങൾ ഉടമ്പടി പിന്നെ കാശുരം വേണമെങ്കിൽ വേറെ ഉടമ്പടി ചെയ്യേണ്ടി വരും. അതിനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി കാശുരം കളയാൻ സൂക്ഷിക്കണം. ഇൻ കേസ് അത് ജീർണിച്ച് പോയാൽ എഴുത്തൊടിയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചു തരും, പുതിയ തരും. ജീർണിച്ച് പോയാൽ ഞാൻ ജീർണിച്ച് പോകില്ല, പക്ഷേ കളഞ്ഞു പോയാൽ തരത്തില്ല. നിങ്ങളുടെ ഉടമ്പടി കളഞ്ഞു പോയെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഉടമ്പടി കാശിനും കളഞ്ഞു പോയെങ്കിൽ അതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഉടമ്പടി പോയി കാണാം ദൈവത്തിൻ്റെ സന്നിധിയിൽ. അതാണ്. അപ്പോൾ ഈ വിഷയം വെച്ചാൽ നമ്മൾ ഓരോ വിഷയവും വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നവരുണ്ട്. ഉടമ്പടി തൈലം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, ഉടമ്പടി ഉപ്പ് കൃത്യമായിട്ട് ആട്രിബ്യൂട്ട് ചെയ്യുന്നവരുണ്ട്. അവരെല്ലാം ശ്രദ്ധയുള്ളവരാണ്. അല്ല അവിടുന്ന് പറഞ്ഞ് നേർച്ച വസ്തു കിട്ടി ഇങ്ങോട്ട് അവിടെ നിന്ന് കിട്ടില്ല, ഒന്നും തന്നില്ല, ഞാനൊക്കെ തരുമെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് ഭർത്താവ് രണ്ട് പൂച്ചും വന്ന് വെള്ളം അടിച്ചും വന്നേച്ച് ഓരോ കാര്യത്തേക്കോ നീ കൊണ്ട് ബുദ്ധിയും പോലും ഇല്ല എടുത്ത് കൈ കൊടുക്കാൻ പാടില്ല. നിങ്ങളത് പ്രാർത്ഥിച്ച് നിങ്ങൾ ആരാണോ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയെ ചെയ്യാൻ പാടുള്ളത്. ആ വ്യക്തി ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ വ്യക്തി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ അത് ചെയ്യണത് അവരുടെ ഭൗതികമായ ഉന്നമനം ആയിരിക്കരുത് പ്രൈമറി ഇൻറ്റൻഷൻ വരണത്. അവിടെ ആധ്യാത്മികമായ ഉന്നമനമായിരിക്കണം. മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ അവർ രോഗത്തിൽ നിന്ന് മോചിച്ചാൽ നിങ്ങൾ ഉറപ്പ് വരുത്തണം അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുമെന്ന്. അല്ലാതെ അവർ സുഖപ്പെട്ട് കാര്യമില്ലല്ലോ. അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കും എന്ന് അവരോട് ചോദിക്കണം. ഇത് തരുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യും, നിങ്ങളത് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ സൗഖ്യപ്പെട്ട് കഴിയുമ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ജീവിതം തുടങ്ങണം എന്ന് നിങ്ങളെ ഉറപ്പ് വരുത്തണം. അല്ല കാണുന്ന കടവാമ്പോത്തിന് എല്ലാം കൊണ്ട് അത് ഇതൊക്കെ തേച്ച് വെച്ചിട്ട് ചുറ്റി നടക്കരുത്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഈ വിഷയം വളരെ കാര്യം ഓരോ കാര്യങ്ങൾ സാക്ഷ്യ ബേസ്ഡായിട്ടാണ് പോണത്. സാക്ഷ്യങ്ങൾ നല്ല വലിയ സാക്ഷ്യങ്ങൾ പറയുന്നവർ എങ്ങനെയാണ് അത് ചെയ്യണമെന്ന് നോക്കണം. അവരെന്ത് ശ്രദ്ധയോടെയാണ് ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് തൽക്കാലത്തേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി പെട്ടെന്ന് ഇങ്ങനെ ഉടമ്പടി ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് നിങ്ങളുടെ വിഷയങ്ങൾ കഴിഞ്ഞാലും ഉടമ്പടി ദൈവം വിശ്വസ്തനായിരിക്കുമെന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉടമ്പടിയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ദൈവം എന്താ ഉദ്ദേശിക്കണത്, നിങ്ങളും അതുപോലെ ഒരു ജോലി കിട്ടാൻ വേണ്ടി ഉടമ്പടി ചെയ്ത് ജോലി കിട്ടി കഴിയുമ്പോൾ പിന്നെ വെള്ളം അടിച്ച് പെണ്ണും പിടിച്ച് നടന്നു കഴിഞ്ഞാൽ കാര്യം ദൈവത്തിൻ്റെ മുമ്പിൽ പ്രകൃതം കാണിച്ചിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് കൃത്യമാണ് ഞാൻ പച്ച മലയാളമാണ് ഉപയോഗിക്കുന്നത്, അറിയാമല്ലോ. അത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടിയാണ്. അഭ്യാസം കാണിക്കാതിരിക്കാനും കൃത്യമായിട്ട് ഉടമ്പടിയിൽ ജീവിക്കാൻ വേണ്ടിയും അതനുസരിച്ച് നിങ്ങൾ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ വക്താക്കളായി മാറണം. അതിന് സമയവും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു അഭിഷേകം കിട്ടിയാൽ, ഇപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ദിനത്തിലാണ് ഈ ധ്യാനം റെക്കോർഡ് ചെയ്യണത്. പരിശുദ്ധാത്മാവിൻ്റെ ദിനത്തിൽ ധ്യാനം റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചോ ഇല്ലയോ, കാരണം ഉടമ്പടി പോലെ പരിശുദ്ധാത്മാവ് ലഭിക്കാൻ പറ്റിയ വേറെ സംവിധാനമില്ല. കാര്യം പരിശുദ്ധാത്മാവിൻ്റെ എല്ലാവിധ അഭിഷേകം തുടങ്ങുന്നത് ഉടമ്പടി കവനൻ്റ് ഫോർമാറ്റിലാണ്. കവനൻ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുന്നതാണ്. ഈ പരിശുദ്ധാത്മാവിന് ലഭിക്കാൻ വേണ്ടിയുള്ള ഫോർമാറ്റ് എന്താണ്? കവനൻ്റ് ഫോർമാറ്റാണ്.